കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടാം ദിവസം വിവിധ സെക്ഷനുകളിലായി സാഹിത്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉള്ളത്. വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട്. റിയാസ്, KLF എന്തായാലും രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് മുഖ്യ അജണ്ടകൾ, പരിപാടികൾ, എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സാഹിത്യ നഗരിയിൽ അത് തുടങ്ങി അതിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന് പ്രമുഖരായിട്ടുള്ള എല്ലാ ദിവസവും പ്രമുഖരുണ്ട് എങ്കിൽ കൂടിയും ഇന്ന് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കൂടി കൂടുതലായി വിവിധ സെഷനുകളിലായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഓരോ സെഷനിലും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു KLFിൻ്റെ പ്രത്യേകത 6 ബുക്കർ സമ്മാന ജേതാക്കൾ ഒരുമിച്ച് ഒരു സാഹിത്യോത്സവത്തിന് എത്തുന്നു എന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കൂടാതെ 2 നൊബേൽ സമ്മാന ജേതാക്കളുണ്ട്. അവർക്ക് പുറമെ ഇന്ത്യയിൽ നിന്നുള്ള എഴുത്തുകാരുണ്ട്, സിനിമാക്കാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, മറ്റ് പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ KLFിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. രാവിലത്തെ സെഷൻ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും എല്ലാ ദിവസവും MT വാസുദേവൻ നായരെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ഒന്നാം വേദിയായിട്ടുള്ള അക്ഷരത്തിലുണ്ട്. അതിനുശേഷം പ്രധാനമായും രാവിലെ 10 മണിക്കുള്ള സെഷനിലുള്ളത് 5ാം വേദിയായ എഴുത്തോലയിൽ പ്രകാശ് രാജ്, തമിഴ്നാടനും ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള പ്രകാശ് രാജ് ചിൽഡ്രൻസ് KLF സ്റ്റോറി ടെല്ലിംഗ് എന്ന സെഷനിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. 10 മണിക്ക് രാഷ്ട്രീയ രംഗത്തെ 2 പ്രമുഖർ ഒന്നാം വേദിയായ അക്ഷരത്തിൽ ബൃന്ദ കാരാട്ട് മാധ്യമപ്രവർത്തക KK ഷാഹിനിയുമായി സംസാരിക്കുന്നു. ഒപ്പം 4ാം വേദിയായ കഥയിൽ രമേശ് ചെന്നിത്തല എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാടുമായി മൊത്ത് അല്ലോഹലൻ കറുത്ത ചരിത്രത്തിലെ അധ്യായങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു. മറ്റ് ഈ സാഹിത്യരംഗത്തെ പ്രമുഖരുണ്ട്, അവരെ എന്തായാലും നമ്മൾ സ്പർശിക്കുന്നില്ല. അതിനപ്പുറത്തുള്ള ചർച്ചകളാണ് നോക്കുന്നത്. 12നും 1 മണിക്കുമിടയിൽ 5ാമത്തെ വേദിയായ എഴുത്തോലയിൽ ഇന്ത്യ എന്ന ആശയം എന്ന വിഷയത്തിൽ PC വിഷ്ണുനാഥും സുധാമേനോൻ, എഴുത്തുകാരി സുധാമേനോനും അവരുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് കൂടിയാണ് ഇന്ത്യ എന്ന ആശയം എന്നുള്ളത്. മറ്റൊന്ന് ഈ 1 മണിക്ക് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, അദ്ദേഹം എൻ്റെ പ്രിയ കഥകൾ, അദ്ദേഹം 250-ലധികം രചനകൾ നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് പറയുന്നു. 1:30-ന് പറഞ്ഞു തീരാത്ത മമ്മൂട്ടി കഥകൾ എന്ന പേരിൽ 6ാം വേദിയായ വാക്കിൽ ബിപിൻ C ചന്ദ്രനും PC വിഷ്ണുനാഥും മമ്മൂട്ടി കഥകളെക്കുറിച്ച് പറയുന്നു. ഒപ്പം തന്നെ മറ്റ് ഈ സ്റ്റീഫൻ ദേവസിയുണ്ട് 5ാം വേദിയിൽ. അത് 2 മണിക്കും 3 മണിക്കുമിടയിലാണ് ഒരു കീബോർഡിൻ്റെ സംഗീതയാത്ര. ഉള്ളൊഴുക്കുകൾ, സ്ത്രീയും സിനിമയും എന്ന വിഷയത്തിൽ 3 മണി മുതൽ 4 മണി വരെ പാർവതി തിരുവോത്തുണ്ട്. വൈകിട്ട് 6 മണിക്ക് തന്നെ 6 മണി മുതൽ 7 മണി വരെ മണിരത്നവും സംവിധായകൻ മണിരത്നവും പ്രകാശ് രാജും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഒരു ചർച്ചകളുടെ ഒരു അന്തരീക്ഷം, സംവാദങ്ങളുടെ അന്തരീക്ഷം ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ സാഹിത്യോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം പുസ്തക പ്രേമികൾക്ക് പുസ്തകം വാങ്ങാനുള്ള അവസരം, എഴുത്തുകാരുടെ കയ്യൊപ്പോടുകൂടി അത് വാങ്ങാനുള്ള അവസരം ഒക്കെ വരുന്നു. യുവ എഴുത്തുകാരുണ്ട്, മുതിർന്ന എഴുത്തുകാരുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും അതിനപ്പുറത്തുമുള്ള എഴുത്തുകാർക്കപ്പുറം മറ്റ് സഞ്ചാരികൾ, ഒപ്പം തന്നെ ഷെഫ്മാരടക്കമുള്ള ആളുകളൊക്കെ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സാഹിത്യോത്സവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഭദ്ര.